ഞാൻ എപ്പോഴും തൊട്ടാലോചിക്കാം ഞാൻ ഒരു ഹാർഡ് കോർ മൈൻക്രാഫ്റ്റ് സീരീസ് തുടങ്ങണമെന്ന്. അതിപ്പോൾ കിട്ടിയ ആശയമാണ്. ഞാൻ അപ്ലോഡ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു. മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ ബെഡ് റോക്ക് എഡിഷൻ. ഇതേപോലെ എനിക്ക് ഒരെണ്ണം ചെയ്യണമെന്നുണ്ട്. എല്ലാവരും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇയാൾ ആരാന്ന് നമുക്ക് നോക്കാം. ഈ സുനോയും സുധിയും സോളവനറും FTT ഗെയിമർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ZKMCയും അവരെല്ലാവരും നമുക്കും ഇനി ചെയ്യാം. പുതിയ വാൾപേപ്പർ ഞാൻ ഒട്ടിച്ച് കണ്ട്. അടിപൊളി വാൾപേപ്പർ മൈൻക്രാഫ്റ്റിനെ കുറിച്ച്. ഇനി നമുക്കൊരു ഹാർഡ് കോർ സീരീസ് തുടങ്ങാം. ഹാർഡ് കോർ സീരീസ് ഇപ്പം ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ സീഡ് എനിക്ക് ഈ ഹാർഡ് കോർ സീരീസ് ഫുള്ളായിട്ട് അങ്ങോട്ട് ചെയ്യണമെന്നുണ്ട്. അല്ലാതെ എൻഡ്രാഗനെ കൊന്നിട്ട് നിർത്താനല്ല. നല്ല വൃത്തിക്ക് ഒരു 100 എപ്പിസോഡ് അത്രയൊന്നും ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല. 100 എപ്പിസോഡ് ഇങ്ങനെ ഞാൻ ചെയ്യണമെന്നുണ്ട്. സീഡ് എന്താ കൊടുക്കാം? 81 71 77 23 0 8 2 8. നല്ല സീഡാണെന്ന് തോന്നുന്നു. എനിക്ക് ഏത് ബയമിൽ പോയി സ്പോണാകട്ടെ. എനിക്ക് ഡെസേർട്ട്, സവാന, പിന്നെ വേറൊരു കുന്നു പോലത്തെ ഒരു ബയാമില്ല, ടെറാക്കോട്ടയിട്ട് തന്നെ. ആ ബയമോ എനിക്ക് ഇഷ്ടമല്ല. മിക്കവാറും ഞാൻ ഇത് 2 എപ്പിസോഡായിട്ടേ ചെയ്തിട്ടുള്ളൂ. ഒരു എപ്പിസോഡിനെ തന്നെ. ഇതിന് നമുക്ക് ഹാർഡ് കോർ ലെറ്റ്സ് ഈ ഒരു ഐക്കോണും കൂടെ ഇരിക്കട്ടെ. മിക്കവാറും ഞാൻ വീരുമ്പോൾ തന്നെ ചാവും. ഹാർഡ് കോർ ഇതാണ്ട് ഇപ്പം ഞാൻ ലോക്കാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങോട്ടും ഒന്നും മാറ്റാൻ പറ്റത്തില്ല. കുറേ അധികം പ്രതീക്ഷകളോടെ കയറാം. എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഹാർഡ് കോർ സീരീസ് പെട്ടെന്ന് തന്നെ ആയിരിക്കും. എനിക്കിതിങ്ങനെ ഹാർഡ് കോറിന്ന് അറിഞ്ഞുകൂടാ. സാധാരണ തന്നെ പെട്ടെന്ന് ചാവുന്നത്. ഇപ്പം ഹാർഡ് കോർ ഉണ്ട്. സ്പെഷ്യൽ എഫക്റ്റർ 2 മിനിറ്റ് സ്പോണാവും, അപ്പം തന്നെ ചാവും. ഓക്കെ, നമ്മൾ സ്പോണായിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. തുടക്കം ശുഭദിനം. ഒന്ന് സ്പോണായതേ ഉള്ളൂ. ബാംബു ഫോറസ്റ്റ് കുഴപ്പമൊന്നുമില്ല. ഹാർഡ് കോർ അല്ലേ. കുറച്ച് ഫുഡെങ്കിലും ജംഗിളിൽ സ്പോണായതുകൊണ്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ നല്ലതെന്ന് വെച്ചാൽ ഒന്നുമില്ല. ബാക്കിയെല്ലാം നമുക്ക് തിന്നിട്ടൊക്കെ നിൽക്കാം. ഈ ഹാർഡ് കോർ സീരീസ് എനിക്ക് കുറേ അധികം പ്രതീക്ഷകളോടെ ഉണ്ട്. ഹാർഡ് കോർ സീരീസ് ശുഭം, നല്ലതാണ്. ഇന്ന് പേടിച്ചു പോയി. കുറേക്കളാ. ഓ, എത്ര ജീവികളാ! ഇത് പൂച്ചയ്ക്ക് എണ്ണ അടിക്കാൻ വരണം. പൂച്ചക്കകത്ത് ഇതൊക്കെ അപൂർവം ഇല്ല. ഇതൊക്കെ കിട്ടും. എന്ത് ഇത്? പൂച്ചക്കകത്ത് പൂച്ച ജോക്കി, ഓക്സിലോട്ടൽ ജോക്കി. ഇതൊക്കെ റെയറില്ലേ കിട്ടാൻ? ഓക്സിലോട്ടൽ ജോക്കി. ഇതെൻ്റെ ചാനലിലെ ഏറ്റവും വലിയ ഇതിഹാസമായിരിക്കും. അതായിട്ട് ഈ യൂട്യൂബ് ചാനലിൽ കാണുന്നവർക്ക് ഒരു ഓക്സിലോട്ട് ജോക്കിയെ കണ്ടുപിടിച്ചിരിക്കുന്നു. റെയർ മോബ്. റെയറെന്ന് വെച്ചാൽ ഞാനും കണ്ടിട്ടില്ല. റെയർ ആയിരിക്കാം. ആദ്യത്തെ തന്നെ ശുഭദിനം. പേടിച്ചപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തേനാണ്. മൈൻക്രാഫ്റ്റിലും ലൈഫ്, റിയൽ ലൈഫിലും ലൈഫ്. ഇത് ഫുള്ള് തിന്ന് മെലന് പേടിച്ചു. എന്തായാലും ആർക്കും കിട്ടാത്ത ഫോണും കിട്ടി, ആർക്കും കിട്ടാത്ത ഒരിതും കിട്ടി. പേടിച്ചു പോയി മനുഷ്യൻ. പിന്നൊന്ന് മേടിച്ചിട്ട് പെട്ടെന്ന് വാക്കിയും കൂടെ ഉള്ള തണ്ണിമത്തം കൊണ്ടങ്ങ് പോട്ടെ. ഞാൻ പിടിക്കുന്ന ഞാൻ സ്ഥലം വിടാൻ എനിക്ക് വയ്യ. ഇവിടെ ഇനി ഇപ്പം വീണ്ടും ഹട്ടാച്ചാക്ക് വരുമോന്ന് ചെറിയൊരു പേടിയുണ്ട്. ഈ സോംബിയുടെ അടച്ചങ്ങ് ഇന്നാലോ. എളുത്തും കൂടെ ഒന്നുമില്ലൊരു എന്തോ ഇല്ല. ഒരു തണ്ണിമത്തനും കൂടെ ഉണ്ട്. ഇതും എടുത്ത് ഒരു
കുറച്ച് ബാമ്പു എടുത്തുകൊണ്ട് പോവാം. ഒരു ബാമ്പു പൊട്ടിച്ചാൽ കുറേ ബാമ്പു കിട്ടും. ഈ ബാമ്പുക്കൊക്കെ നല്ല രസമാണ്. മറ്റേ നമ്മൾ ഈ ട്രീസ് പൊട്ടിക്കുമ്പോൾ കുറേ മേളത്തുള്ള ബാക്കി ട്രീസും കൂടെ പൊട്ടാത്തില്ലേ? എൻ്റെ കുറേ ലോഗ് പൊട്ടിക്കണ്ട, ഒരു ലോഗ് മാത്രം താഴത്തെ പൊട്ടിച്ചാൽ മതി. അതൊക്കെ നല്ല അടിപൊളി മോഡ്സാണ്. പക്ഷേ ഞാൻ കളിക്കുന്ന ബെഡ്റോക്ക് എഡീഷൻ അതേക്കുറിച്ച് മോഡൊന്നും ഇല്ല. ഇനി നമുക്ക് പോയി ചിലപ്പോൾ എൻ്റെ ആടി ഒന്നും പതിഞ്ഞാണത്തില്ല. ആടി പതിഞ്ഞില്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഇതിലൊക്കെ ചെയ്തോ. അല്ലാണ്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി തന്നെ അതോ മറ്റേ തോമ്പി വന്ന് അതായത് ചിക്കൻ ജോക്കിക്ക് പകരം ഓക്സിലോട്ടൽ ജോക്കി. മരം ഫുള്ള് വെട്ടട്ടെ. ഓഫ് ഹാൻഡും കൂടെ ഉണ്ടെങ്കിൽ അപ്പുറത്തെ കയ്യിൽ മറ്റേ ഈ വാട്ടർ മെല്ലനും കൂടെ പിടിച്ചിരിക്കായിരുന്നു. ഇതിനിപ്പോൾ പാടാണല്ലോ ഇതെല്ലാം പൊട്ടിച്ച്. ഇപ്പം തന്നെ രാത്രിയാവാൻ പോകുന്ന ഉച്ചയായ പെട്ടെന്നൊരു ബോട്ടുണ്ടാക്കി ഇവിടിഞ്ഞിട്ടങ്ങ് പോവാട്ടെ. മരമെല്ലാം കിട്ടി, പെട്ടെന്ന് ഒരു ബോട്ടുണ്ടാക്കി ഇവിടിഞ്ഞിട്ടങ്ങ് മാറാം. പിന്നല്ല അണ്ണൻ്റെ അടുത്താ പിന്നെ കളി. അയ്യോ ഓ ശുഭദിനം. ഇപ്പച്ചാവും. ഓടിക്കോ ഇപ്പച്ചാവും. അയ്യോ സ്കെലിറ്റൻ കണ്ടില്ലെന്ന് ഓണെന്ന് വെച്ചാവും. ഞാൻ കൊപ്പ കണ്ടോ? ഇല്ല. പെട്ടെന്ന് ഓടിച്ചോ. എൻ്റെ അക്ഷരത്തേച്ചൊക്കെ വരുന്നു. ഓടിക്കോ. ഈസി ഇങ്ങനെ ഞാൻ ഒന്നും മിണ്ടത്തൊന്നുമില്ലായിരിക്കും മിക്കവാറും. എനിക്ക് വയ്യ ഇനിയിപ്പോൾ എൻ്റെ ഇനി ഒരു നല്ലൊരു സ്ഥലം മേടിച്ച് ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ഒരു വീടുണ്ടാക്കണമെന്നുണ്ട്. പക്ഷേ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇതിപ്പോൾ ഒരു നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കുറച്ച് ഇപ്പുറത്തോട്ട് വന്നതേ ഉള്ളൂ. ഒരു ആടിനെ കിട്ടി. ആടെന്ത് ഇവിടെ വന്ന് കുടുങ്ങിക്കിടങ്ങുന്ന എടാ ഓടല്ലേടാ, നിന്നെ ഞാൻ രക്ഷിച്ചടാ. അതിനുള്ള പ്രതിഫലം വന്നിട്ട് കൂടാ. 2 കൂടും. ശരി, 1 കൂടും. അടുത്ത ആടി ഈ ആടിനെ കൊല്ലാം. ഓ അറ്റാക്ക്. ഇപ്പോൾ നമ്മളിരിക്കുന്ന ഡാർക്ക് ഓക്ക് ബയോമിലാണ്. ഇനി നമുക്ക് ദൂരം ഇപ്പോൾ 2 ആടിനെയും കൂടെ കിട്ടി. ഇനി രാത്രിയായ കുഴപ്പമൊന്നുമില്ല. ഓടല്ലേ മക്കളെ പിള്ളേരെ. മെറ്റാടിന് 2 ഇടി കൊടുത്തു. മെറ്റാടിനെ പറഞ്ഞാൽ ഞാൻ കൊല്ലും. 2 ഇടി കൊണ്ടിട്ട് നീ ഒളിച്ചിരിക്കണ്ടേ. എനിക്ക് ഇനി അനങ്ങാൻ പറ്റത്തില്ലേ? തരില്ലേ നിന്നെയൊക്കെ പോഷമ ഞാൻ കണ്ടാണ് നിന്നെ കൊണ്ടുകൂടി. നമുക്ക് നല്ലൊരു ഭയം കെട്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബ്രിച്ച് ഫോറസ്റ്റ് കണ്ടിട്ടുണ്ട്. എന്നെ മണ്ടയ്ക്കോട്ട് കയറി വെക്കുക. എന്നെ മണ്ടയ്ക്കിൻ്റെ അപ്പുറത്ത് വല്ലതും കാണുമായിരിക്കും. ഡാർക്ക് ഫോറസ്റ്റിൽ തന്നെ എനിക്ക് ഇനി കുറച്ച് സ്റ്റോൺ ടൂൾസായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവാം. ഇതുവരെ നല്ല സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല. കിട്ടുമായിരിക്കാം. ഇനി ഇവിടിഞ്ഞിട്ട് കുറച്ച് സ്റ്റോണൊക്കെ കളക്ട് ചെയ്യണം. പിക്കാക്സിന് സോഡിനൊക്കെയായി. ഇനി ഷവലൊക്കെ പിന്നെ ഉണ്ടാക്കിക്കോളാം. ഇപ്പം രാത്രിയാവില്ലേ? നേരത്തെ ചെയ്തതുപോലെ ഒരു ബെഡ് ഉണ്ടാക്കി കൈ പിടിച്ചേക്കാം. എന്നിട്ട് ഒരു പിക്കാക്സ് കുറച്ച് വടി, എന്നിട്ട് ആക്സ്, പിന്നും കുറച്ച് വടി, പിന്നെ ഒരു സ്റ്റോൺ സോഡ്, പിന്നെ കിടന്നുറങ്ങുക. അടുത്ത നൈറ്റ് അങ്ങനെ സ്കിപ്പായിരിക്കുന്നു. ഓ എൻ്റെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്കൊന്നും കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു.
ഇനി നമ്മൾ ഈ ഹാർഡ്കോർ സീരീസിൽ നിങ്ങൾ എന്നെ പരമാവധി ഹെൽപ്പ് ചെയ്യുക. കുറച്ചൊക്കെ കമൻറ്റൊക്കെ ചെയ്യുക. എനിക്കൊന്നും അറിഞ്ഞുകൂടാ, മിക്കതും എനിക്കറിഞ്ഞുകൂടാ. ചില ടിപ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരേണ്ടതാണ്. ഇനി നമുക്ക് അങ്ങോട്ട് പോവുക. നിങ്ങളറിഞ്ഞ ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ഏപ്രിൽ 16. ഓ ഓ ഓ ഓ ചത്ത് ഇല്ല, ഓ ചത്ത് ഇല്ല, ഓ ചത്ത്. അയ്യോ ഹാർഡ്കോറാ, മറന്നേ പോയി. ഇപ്പം ഞാൻ ചത്തവനാ ഇങ്ങനെ പോയി. ഇനി വല്ല പ്ലെയിൻസ് വെച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒരു വില്ലേജിൻ്റെ ദൃശ്യമാണ്. വില്ലേജ് അങ്ങനെ കിട്ടിയിരിക്കുന്നു. വില്ലേജ് വല്ല ചെസ്റ്റിൽ എന്തൊക്കെയുണ്ട്? ഓ ബ്രെഡ്. ഇനി തണ്ണിമത്തം കരിച്ച് ഇനി ജീവിക്കണ്ട. ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സീരീസ് മിക്കവാറും എനിക്ക് വീടുണ്ടാക്കാൻ പറ്റില്ല. ഈ എപ്പിസോഡ് മിക്കവാറും എനിക്ക് വീടുണ്ടാക്കാൻ പറ്റത്തില്ല. അടുത്ത എപ്പിസോഡിൽ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പം തന്നെ 10 മിനിറ്റ് ആയി. ഇനി 15 മിനിറ്റത്തെ വീഡിയോ ആയിരുന്നു. ഞാൻ ഇത്ര എഡിറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനോടെ അങ്ങിടത്തേ ഉള്ളൂ താരോട്ട് യൂട്യൂബിലേക്ക്. നല്ല അടുത്ത എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കാം നോക്കി വയ്ക്കാം. ഇപ്പം തന്നെ 1 മിനിറ്റും 16 സെക്കൻഡും ആയി. ഈ വില്ലേജ് ഫുള്ളൊന്ന് തപ്പി എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. ഇതിന് മേപ്പോട്ടാണ് റൂം. കള്ളന്മാർ മേപ്പോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഈ ഇലയും കൊണ്ട് മറിച്ച് വെച്ചേക്കുക. കള്ള വിചാരം എവിടേക്കും ഇല്ല കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. നീ എവിടെ കൊണ്ടുവരേണ്ടത് വെച്ചാൽ എന്താ, ഞാൻ എല്ലാം ലൂട്ട് എടുക്കും. അയ്യേ ഈ സൈൻ ബോർഡിനാണോ ഞാൻ ഇത്രയും കണ്ണ് എടുക്കാതിട്ട് ഈ ഡംജം ചെയ്യുന്നത്? എല്ലാവരും നല്ലേക്ക്. ഞാൻ ഡ്രീമൊക്കെ ചെയ്യണ ക്ലച്ച് കണ്ടിട്ടുണ്ട്. ക്ലച്ച് ഇവിടെ വർക്കാവണം. പക്ഷേ വരുന്നടിക്ക് ഇത് അവിടെ ഫോറസ്റ്റിനെ കിട്ടിയാലും അയ്യോ ക്ലച്ചല്ല, അത് വേണ്ട ഫെയിലായി പോയാലും. ഇതേത് സീഡാ? ബീട്രൂട്ടാണ്. ഇതും ബീട്രൂട്ട് ഇരിക്കട്ടെ. ഇവിടുന്ന് സൈഡിലേക്ക് ഒരു സൈഡിൽ ആർമർ സ്റ്റാൻഡ് വെച്ചിട്ട് ആർമർ കൊടുക്കും. പക്ഷെ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അന്നേരം സ്പെഷ്യൽ വില്ലേജ് ഫോർ സ്പെഷ്യൽ പീപ്പിൾസ്. ഇറ്റ്സ് മൈൻ. ഇത് ഇനിയിപ്പം ഞാനിങ്ങനെ പോയി വല്ലതും കിട്ടുന്ന വരെ ഇങ്ങനെ കാത്തിരിക്കണോ? അതിനകത്തൊരു ചെസ്റ്റ് ഉണ്ട്. ഈ ചെസ്റ്റിൽ ഒരു എമറാൾഡും കൂടെ 4 എമറാൾഡ് 3 അയന്. ഓ അയനൊക്കെ കിട്ടി. എങ്കിൽ അയനല്ല, അയൻ ഇങ്ങട്ട് എന്തു ഇങ്ങനത്തേക്ക് നല്ല രസമുണ്ട് കാണാൻ. ഇതങ്ങ് അടിച്ചു മാറ്റാം. താങ്ക് യു ബൈ. ഇതെന്താ തുറന്നു വരാത്ത? തുറക്കടാൻ മര്യാദയ്ക്ക്. ഇതിനൊന്നും കൊള്ളത്തൊന്നുമില്ല. അതിൽ പറഞ്ഞാൽ അടച്ചിട്ടേ പോകുള്ളൂ. ഞാൻ അടക്കത്തൊന്നുമില്ല ഇതിനകത്ത്. ഞാൻ ഈ ഒരു കുളം ഇല്ലയോ എന്താ ഇതിൽ നിന്ന് നോക്കാൻ ഞാൻ ബാക്കിലോട്ട് പോയി കാണും. ആ വരി കൂടെ വന്നുകൊണ്ടാണ് ഞാൻ അവിടുത്തെ ഫുള്ള് എടുത്തത്. ഈ ഒരു കൂടി ഇങ്ങനെ വന്ന് ഇവിടുത്തെ ഞാനെല്ലാം എടുത്ത് വെച്ചേക്കുമല്ലേ? അതെ അടേടാ മര്യാദയ്ക്ക്. ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് റൂമുണ്ട്. ഇല്ലേ ഇതിനകത്തൊന്നും ചെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാ പിച്ചക്കാരുടെ വീട് കൊണ്ട് എൻ്റെ സൗണ്ട് ഇച്ചിരി കുറഞ്ഞ്. സോറി, ഇതേപ്പറ്റി ഞാൻ ആർക്കറിയാം. ഇതല്ല നമുക്ക് ഇന്ന് വീറ്റിൻ്റെ ആവശ്യമുണ്ട്. വീറ്റ് എനിക്ക് വേണം. വീറ്റ് എൻ്റെ കയ്യിലോട്ട് വീറ്റ് വരും. വീറ്റ് വരിക. നമുക്ക് ആ വരി കൂടെ ഇനി നമുക്ക് താരം ഒരു വീടും കൂടെ ഉണ്ട്. അങ്ങോട്ടും കൂടെ നമുക്ക് ഈ ചെസ്റ്റും കൂടെ നോക്കിയിട്ട് അങ്ങ് ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാം. അയൻ 5 അയന്, ഒരു ഗോൾഡ്, ഇത് ചെസ്റ്റ് നല്ലതാണ്. ഞാൻ അടുത്ത എപ്പിസോഡ് നമുക്കിനി എൻ്റെ റെക്കോർഡിങ്ങിൻ്റെ ടൈം ഫുള്ള് തീരാറായി. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ടാറ്റാ ബൈ ബൈ. അടുത്ത ഹാർഡ്കോർ സീരീസ് എപ്പിസോഡായിട്ട് പെട്ടെന്ന് വരാം. അടുത്ത എപ്പിസോഡിൽ നല്ലൊരു സ്ഥലവും നോക്കി വയ്ക്കാം, വീടും പണിയാം. ടാറ്റാ ബൈ ബൈ. പോവാനി